ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ UK നോട്ടിംഗ്ഹാം എക്സ്ചേഞ്ചിന് പുറത്തുള്ള കുറച്ച് ദൃശ്യങ്ങളുടെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ഒരു ട്രാം സർവീസുകളൊക്കെ വളരെ ബിസിയായിട്ടുള്ള ഒരു ടൗൺ സെൻറ്ററാണ്. വളരെ തണുപ്പുള്ള ദിവസമാണ്. 11-12 മണിയായെങ്കിൽ ഇപ്പോഴും ഒരു മൂടൽമഞ്ഞ് പോലെ കിടക്കുന്നുണ്ട്. തറയിലൊക്കെ ഐസുണ്ട്. പലരും വളരെ ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. കാലുകൾ പല സ്ഥലത്തും തെറ്റുന്നുണ്ട് പലർക്കും. എല്ലാവരും ഇപ്പോഴും ക്രിസ്മസിൻ്റെ ഹാങ് ഓവറാണ്. ഇപ്പോഴും ഷോപ്പുകളൊന്നും വളരെ സജീവമായിട്ടില്ല ഹോളിഡേ കഴിഞ്ഞിട്ടും. പലരും ഇപ്പോഴും ഹോളിഡേയിൽ ആണ്. പലരും വിദേശത്തൊക്കെ പോയവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇനി മിക്കവാറും ഒരു എൻഡ് ഓഫ് ജനുവരിയൊക്കെ ആകുമ്പോഴേ UK ബിസിനസ്സുകളൊക്കെ ബാക്ക് ടു നോർമൽ ആവുകയുള്ളൂ. നോട്ടിംഗ്ഹാം ടൗൺ സെൻറ്ററിൻ്റെ പരിസരത്തുള്ള ബിൽഡിങ്ങുകളാണ്. ഇതെല്ലാം വളരെ വളരെ പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. വളരെ ഓൾഡായിട്ടുള്ളൊരു ടൗൺ സെൻറ്ററാണ്. ട്രാം സർവീസ് അവിടെ വളരെ സജീവമാണ്. അതിന് സമീപത്താണ് ക്രിസ്മസ് വണ്ടർലാൻഡ്. ഇപ്പം അതിൻ്റെ പണിയൊക്കെ അതൊക്കെ അഴിച്ച് പറക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും. അതിന് സമീപത്തുള്ള ഷോപ്പിംഗ് മോളുണ്ട്. അപ്പോൾ അതിനകത്ത് ദൃശ്യങ്ങളെ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോയിലൂടെ ലണ്ടൻ കാഴ്ചകൾ നിങ്ങൾക്ക് കാണുക. ലണ്ടനിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഈ കാലാവസ്ഥയിലൊക്കെ വരുവാനും കാണുവാനുമുള്ള അവസരങ്ങൾ എല്ലാവർക്കും ലഭിക്കില്ല. അപ്പം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഉള്ള കാഴ്ചകളാണിത്. ആളുകളെല്ലാം വളരെ തണുപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ക്ലോത്തുകൾ ഇട്ടാണ് എല്ലാവരും വെളിയിലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കാല് സ്ലിപ്പറി ആവാതിരിക്കാനുള്ള ബൂട്ട്സുകളും ഒക്കെ എല്ലാവരും ധരിച്ചായിരിക്കും പുറത്ത് യാത്ര ചെയ്യുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ സജീവമാണ് ഇവിടെ UK എല്ലാ ഭാഗത്ത് പോണതിനും ഉള്ള യാത്രാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഈ പ്രദേശത്തുണ്ട്. കാലാവസ്ഥയുടെ കാഠിന്യം കൊണ്ടാണ് ഇപ്പോൾ ആളുകൾ വളരെ അല്ലെങ്കിൽ ഈ സാറ്റർഡേയിലൊക്കെ ഭയങ്കര തിരക്ക് വരേണ്ട സമയങ്ങളാണിത്. കഴിവതും എമർജൻസി അല്ലാതെ കാര്യങ്ങളില്ലെങ്കിൽ ആളുകൾ വീട്ടിൽ തന്നെ ഇരിക്കും. ചുമ്മാ തണുപ്പത്ത് വെളിയിലിറങ്ങത്തില്ല ആളുകൾ. അവിടെ ഒരു ട്രാം സ്റ്റോപ്പുണ്ട്. അവിടെ നിർത്തി ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പം ഇത് എക്സ്ചേഞ്ചിന് പുറത്തുള്ള കാഴ്ചകളുടെ പാർട്ട് 2 ആണ്. അടുത്ത വീഡിയോയിൽ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ
സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ കാഴ്ചകളായിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.